കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ നമ്മൾ ഇന്ന് വന്നേക്കണണ്ട നമ്മൾ ഇതിക്ക് മുമ്പുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഓർക്കിഡ് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടോ, നമ്മൾ ഓർക്കിഡ് ടവർ ഉണ്ടാക്കി നമ്മൾ ഇതിനകത്ത് ഓർക്കിഡ് പ്ലാന്റ് ചെയ്തു. ഇതിനകത്ത് തൊണ്ട് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഏതാണ് നല്ലതെന്ന് അറിയാനായിട്ട് നമ്മൾക്ക് ഇനി ഇതിനകത്ത് നമ്മൾ കരി മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യാൻ പോവാണ് കേട്ടോ. കരി മാത്രം ഉപയോഗിച്ച് നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് ചെയ്യാണ്. അപ്പം നമ്മൾക്ക് എന്നിട്ട് നോക്കണം ഏതിനാണ് കൂടുതൽ വളർച്ച വരണേ, കരിയിൽ വെക്കുന്നതാണോ അതോ തൊണ്ടിൽ വെക്കുന്നതാണോ കൂടുതൽ വളർച്ച നമ്മൾക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് ഇതേപോലെ തന്നെ കരിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതെ നമ്മൾ ഇതിനകത്ത് നടാനായിട്ട് ഉദ്ദേശിക്കുന്ന തൈകളാണ് കേട്ടോ. ഇതൊക്കെ ഓർക്കിഡിൻ്റെ തൈകളാണ്, ഇതൊക്കെയാണ് തൈകൾ. അപ്പം നമ്മൾ ഇതൊക്കെ നമുക്കിന്ന് പ്ലാന്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കരി വാങ്ങിയിട്ടുണ്ട്. കരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങായിരുന്നു കേട്ടോ. ഇവിടെ വിറക് കത്തിക്കണ കരിയൊക്കെ ഞാൻ എടുത്ത് തീർന്നു. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് ഇടണമെങ്കിൽ വലിയ കരി വേണം. നമ്മുടെ വീട്ടിൽ കത്തിക്കണ കരി എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ കഷ്ണം കിട്ടാൻ വേണ്ടി ഞാൻ കരി വാങ്ങി. 1 കിലോയ്ക്ക് 35 രൂപയാണ് കേട്ടോ കരി. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്ലാന്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഹോൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഹോൾ ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ ഹോൾ ഉണ്ടാക്കി കാണിച്ചതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഹോൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഈ സ്ക്വയറാണ് കേട്ടോ നമ്മൾ കളയുന്നത്. ഈ സ്ക്വയർ നമ്മൾ കളഞ്ഞാൽ മതി കണ്ടോ. ഇത്രയും കളഞ്ഞാൽ നമ്മൾ പിന്നെ ഉള്ളിലേക്ക് നമുക്ക് കടത്തി വയ്ക്കാം. അതേപോലെ നമ്മളിങ്ങനെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഹോളൊക്കെ തുളച്ച് കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഇനി കരി ഇട്ട് കൊടുക്കാം. അപ്പം ഈ സാധനത്തിലുണ്ടല്ലോ ഈ നെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കുഞ്ഞി കഷ്ണങ്ങൾ കരികളിട്ടുണ്ടെങ്കിൽ ചോർന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ കരി വാങ്ങിയത് കേട്ടോ. വലിയ കരിയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് കിടക്കുള്ളൂ. അപ്പോൾ അതേ കരികളൊക്കെ വലിയ കഷ്ണങ്ങളാണ് കേട്ടോ. കണ്ടോ, വലിയ കഷ്ണങ്ങളാണ് കരികളൊക്കെ. അപ്പോൾ അതേ നമ്മൾക്ക് ഇനി ഓർക്കിഡ് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തുണ്ടല്ലോ ഈ കറുത്ത ഇരിക്കണ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതൊന്നും നമ്മൾക്ക് ആവശ്യമില്ലാത്ത വേരുകളാണ് കേട്ടോ. പച്ച വെള്ള കളറിലുള്ള വേരുകളൊക്കെ നമുക്ക് മതി കേട്ടോ. അപ്പോൾ അതെ നമ്മൾ കരി ഹോളിൻ്റെ അവിടെ വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ഹോളിലേക്ക് ചെടികൾ വെച്ചിട്ട് വേണം ബാക്കിയത്തെ കരിയിട്ട് ലെവലാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കൂടെ നമ്മൾ വെച്ച് കൊടുക്കാണ്. കരിയിട്ട് ശരിയാക്കാം കേട്ടോ. അങ്ങനെ വെറുതെ ഓരോന്നോരോന്ന് വെക്കട്ടെ. നമ്മൾ എല്ലാ ഹോളിലും നമ്മൾ ഓർക്കിഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കരിയിട്ട് ലെവലാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മൾ ആ നിരപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾക്ക് നല്ലതായിട്ടുണ്ട്. ഇതേ കണ്ടോ, എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇനി മുകളിൽ ഒരു ഹോളുണ്ട്. മുകളിൽ ഹോളുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഒത്തിരി തൈകൾ ഇതിനകത്ത് വെക്കാൻ പറ്റും നമുക്ക്. ഇപ്പം ഒരു പോട്ടിൽ തന്നെ എത്ര തൈകൾ നമുക്ക് വെക്കാൻ പറ്റണല്ലേ. ശരിക്കും നല്ല ഇങ്ങനെ പൂക്കളുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി വരണേ. നിറയെ പൂക്കളുണ്ടാവുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നിറയെ പൂക്കളാവുമ്പോൾ നിറച്ച് പല കളർ പൂക്കളായിട്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു രസമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ കരിയിട്ട് നമ്മൾ ലെവലാക്കി റെഡിയാക്കണം കേട്ടോ.
ഇതാകുമ്പോൾ നമുക്ക് ശരിക്കിനകത്ത് ഓക്സിജനും കാറ്റും ഒക്കെ കിടക്കും കേട്ടോ. നന്നായിട്ട് ഇതിന് അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ വേരൊക്കെ ഈ ഹോളുള്ളതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഒക്കെ ഇതിന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. ചിലർ പറയും കരി മാത്രം നല്ലോണം വളരും എന്ന് പറയും കേട്ടോ ഓർക്കിഡ്. ചിലർ പറയണ അങ്ങനെയല്ല, തൊണ്ട് മാത്രം നല്ലോണം വളരുമെന്നാണ് പറയണേ. അപ്പം നമുക്കിപ്പോൾ ഇത് ചെയ്ത് നോക്കാം. പറയണമെന്ന് നോക്കണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ അങ്ങോട്ട് നോക്കാം. ഏതാ വളരണേ ഏതാ ഉണ്ടാവണം നമുക്കറിയാലോ. നമ്മൾ കരി അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. നമ്മൾ മുകളിൽ വെക്കാൻ കേട്ടോ. അപ്പം അതെ ബാക്കിയൊക്കെ ലെവലാക്കിയിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒരെണ്ണം വെക്കാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. ടോപ്പിൽ ഒരെണ്ണം വെച്ച് കൊടുക്കണം. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ മേളിൽ കരി തുറക്കാം കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് വേരൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ. ഇപ്പം പതുക്കെ ഇങ്ങനെ ഇത്ര അടല്ല, നമ്മൾ മഞ്ചേക്ക് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, നമ്മളിതെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രണ്ടും തമ്മിൽ നോക്കിക്കേ, നിങ്ങൾക്ക് നേരത്തെ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ വളർച്ച നമ്മൾക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഏതാണ് പെട്ടെന്ന് വളരണേ, കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നൊക്കെ അതിനകത്ത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഒരാൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഇത് ചെയ്ത് നമ്മൾ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോണത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ഓർക്കിഡ് ടവറിന് ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹൈപ്പൂടിയും ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ.